മയക്കുമരുന്നിനെതിരെ റിപ്പോർട്ടർ നടത്തുന്ന യുദ്ധപ്രഖ്യാപനം. അതിനിടയിൽ നമുക്കൊപ്പം ADGP ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രഹാം, ആൻറ്റി നർക്കോട്ടിക് ഫോഴ്സിൻ്റെ മേധാവി കൂടിയാണ്. നമ്മുടെ നാട്ടിൽ വല്ലാതെ ഈ ലഹരിക്കൊപ്പം യുവാക്കൾ സഞ്ചരിക്കുകയാണ്. വലിയ അപകടത്തിലേക്ക് നാട് നീങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക് തന്നെയാണ്. എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് പോലീസിനെ ഇപ്പോൾ അടുത്ത കാലത്തെ കണക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ശതമാനം കേസുകളിൽ നമ്മൾ ഈ ഡ്രഗ്സിൻ്റെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ മർഡർ കേസ് എടുത്തു കഴിഞ്ഞാലും അതല്ലാതെ വേറെ അറ്റംപ്റ്റ് മർഡർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കുറേ കേസിൽ ഈ ഡ്രഗിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഡ്രഗ്സും ആൽക്കഹോളും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിമാൻഡ് സൈഡിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ സപ്ലൈ സൈഡിൽ ഇത് കിട്ടുന്ന സോഴ്സസ് കുറയ്ക്കാനുള്ള കുറേ എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഡി ഹണ്ട് ഓപ്പറേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഡി ഹണ്ടിൻ്റെ അത് ആദ്യം ചെയ്യുന്ന നമ്മൾ ഇൻ്റലിജൻസ് കളക്ട് ചെയ്തിട്ട് ഡ്രഗ്സിൻ്റെ എല്ലാ കാര്യവും, ചിലതൊക്കെ ഹോൾസെയിൽ സപ്ലയേഴ്സ് ഉണ്ട്, റീറ്റെയിൽ സപ്ലയേഴ്സ് ഉണ്ട്. ചെറിയ സപ്ലയേഴ്സ് സ്കൂളിൻ്റെ അടുത്ത് കോളേജിൻ്റെ അടുത്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ അവരെ പിടിക്കാനും, ഇതല്ലാതെ ഇന്ന് വലിയ സപ്ലയേഴ്സ് ഹോൾസെയിലായിട്ട് ഇവർ വന്നിട്ട് വേറെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ അവരെ പിടിക്കാനുള്ള നടപടിയും. അതല്ലാതെ ഈ സോഴ്സ്, നമ്മളിപ്പം ഗഞ്ചാൻ്റെയൊക്കെ സോഴ്സ് നമുക്കറിയാം, കുറച്ച് ഒറീസ, ബീഹാർ, ആന്ധ്രാപ്രദേശ് അങ്ങനത്തെ സ്റ്റേറ്റ്സിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ആ സോഴ്സിൽ പിടിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ MDA മറ്റേ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ബാംഗ്ലൂർ, ഗോവ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും സോഴ്സ് വരെ എത്താനുള്ള ഒരു നടപടി നമ്മൾ ഡി ഹണ്ട് അത് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2000-ഓളം കേസസ് നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അപ്പം ഡി ഹണ്ട് അവിടെ മാത്രം തീരുന്നില്ല. അതല്ലാതെ നമ്മൾ കുറേ അവയർനെസ് ക്യാമ്പയിൻസ്, നമ്മൾ ഈ ഡിമാൻഡ് കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് ആ പ്രശ്നം തീരത്തുള്ളൂ. അപ്പോൾ ആ സപ്ലൈ ഡിമാൻഡ് സൈഡിൽ നമ്മൾ കുറേ അവയർനെസ് പ്രോഗ്രാംസ്, നമ്മുടെ ജനമൈത്രി പദ്ധതി വളരെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്കൂൾ ലെവലിലും നമ്മുടെ പഞ്ചായത്ത് ലെവലിലും ലോക്കൽ ലെവലിലും നമ്മളത് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതല്ലാതെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്സ് ഉണ്ട്, അവരെ ഉപയോഗിച്ചും നമ്മൾ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ വളരെ കൂടുതൽ വിപുലമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ മയക്കുമരുന്ന് ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിനൊപ്പം സമൂഹത്തിന് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട് ഈ ഒരു പോലീസ് നടത്തുന്ന പോരാട്ടത്തിന് ഒപ്പം ചേരാൻ? അവരെന്താണ് ചെയ്യേണ്ടത് ഇനി? ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്യാമ്പയിൻ പോലീസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇതൊരു സൊസൈറ്റീൻ്റെ ഒരു വളരെ വലിയ ചേഞ്ച് നമുക്ക് വന്നുകൂടാ. എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും സൊസൈറ്റിയും എല്ലാ ലെവലിലും. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം നമ്മുടെ യൂത്ത്സിൻ്റെ ഇടയ്ക്ക് വളരെ കൂടുതൽ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്. ഡിമാൻഡ് ഉണ്ടായതുകൊണ്ടാണ് ഈ സപ്ലൈ വരുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് നമ്മൾ കുറച്ചില്ലെങ്കിൽ ഇത് വലിയൊരു ആപത്തായിട്ട് വരും. ഇപ്പം കുറ്റകൃത്യങ്ങളിൽ അത് നമ്മൾ കുറേ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും റോളുണ്ട്. ഇപ്പം NGOs ആയാലും ഗവൺമെൻറ് ബോഡീസ് ആയാലും പഞ്ചായത്ത് ലെവലിലായാലും ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളൊരു അപകടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫും ഞങ്ങളൊരു വലിയ പദ്ധതി ഈ സ്കൂൾ തുടങ്ങുമ്പോൾ, നെക്സ്റ്റ് സ്കൂൾ സെഷൻ തുടങ്ങുമ്പോൾ വരെ ഒരു വിപുലമായിട്ട് പ്രോഗ്രാം ബഹുമാനപ്പെട്ട CM ആദ്യമേ ഇപ്പം ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ രൂപരേഖ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഡി ഹണ്ട് ചെയ്യുന്നത്. ഡി ഹണ്ട് ഈ സപ്ലൈ സൈഡിലോട്ട് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ പിടിക്കാനുള്ളതും അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കാനുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. ഈ പലപ്പോഴും പറയപ്പെടുന്നത് ഈ മയക്കുമരുന്ന് പിടിക്കപ്പെടും, അത് കഞ്ചാവോ അല്ലെങ്കിൽ MDMA അടക്കം, അത് പക്ഷേ അതിൻ്റെ കണ്ണികൾ, അതിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് വലിയ തടസ്സങ്ങളുണ്ട് പോലീസിനായാലും എക്സൈസിനായാലും. അത് വലിയ വെല്ലുവിളിയാണ്. അതെങ്ങനെ ഇനി അങ്ങോട്ട് അത് അതിജീവിച്ചെങ്ങനെ മുന്നോട്ട് പോകും? അത് നമ്മളെന്തുവാ, ഇത് ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിപ്പോൾ സോഴ്സ് വരുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റാണ് വരുന്നത്. ഇവിടെ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മാനുഫാക്ചറിംഗ് ഇല്ല. ഗഞ്ച ആയാലും സിന്തറ്റിക് ഡ്രഗ്സ് ആയാലും എല്ലാം വെളിയിൽ നിന്ന് വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പം അത് കുറേ അനലൈസ് ചെയ്ത് നമ്മുടെ ഡിജിറ്റലായിട്ട് ഫോണും ഇൻ്റർനെറ്റും ഒക്കെ അനലൈസ് ചെയ്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കുറേ സോഴ്സസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനകത്ത് കുറേ മലയാളികളുണ്ട്. ഇപ്പം ബാംഗ്ലൂരിലായാലും ഒറീസയിലായാലും കുറേ മലയാളികൾ പോയിട്ട് തന്നെ അവിടെ ഫീൽഡ്സ് എടുത്തിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. MDMA ആ കാര്യമായാലും കുറേ മലയാളികളായിട്ട് അതിൻ്റെ കണ്ണി പിടിച്ചിട്ടാണ് ഇവിടോട്ട് സപ്ലൈ ചെയ്യുന്നത്. നമ്മളൊരു ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ മീറ്റിംഗ്, നമ്മൾ എല്ലാ DGPമാരുടെയും ഇൻ്റർ സ്റ്റേറ്റ് മീറ്റിംഗ് ഈ അടുത്ത ഒരാഴ്ച മുമ്പേ നമ്മൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഒരു കോർഡിനേഷൻ, ഒരു സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ്റെ ഒരു പദ്ധതിയും നമ്മൾ രൂപമിട്ടിട്ടുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു 6 സ്റ്റേറ്റ്സിൻ്റെ ADGPമാർ തന്നെ
അതിനകത്ത് മെമ്പേഴ്സായിട്ട് നമ്മളൊരു ഡേ ടു ഡേ കോർഡിനേഷൻ. അപ്പോൾ ഇവിടെ ഒരു പിടിച്ച് സോഴ്സ് എവിടെ ആണെങ്കിൽ അവർ പിടിക്കാനുള്ളൊരു സഹായം തരാമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെയും നല്ല റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെയൊക്കെ ശ്രീലങ്ക വഴിയൊക്കെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് എത്തിയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് എത്തുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ നമുക്കൊരു ഡെഫിനറ്റായിട്ടൊരു സംഗതി കിട്ടിയിട്ടില്ല. കുറച്ച് എയർപോർട്ട് വഴി ഗൾഫ് വഴിയും തായ്ലൻഡ് വഴിയൊക്കെ വരുന്ന അതിൻ്റെ സിന്തറ്റിക് ഗഞ്ച വരുന്നുണ്ടെന്ന് പറഞ്ഞൊക്കെ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ അത് നമ്മൾ എയർപോർട്ട്സിലെ കസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടിയിട്ട് വളരെ നല്ലതായിട്ടൊരു നോക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഡെഫിനറ്റായിട്ട് വലിയ സപ്ലൈയിൽ വരാൻ സാധ്യതയില്ല. അല്ല നമുക്ക് ഈ ഇവിടെ ചെറിയ കേസ് പിടിക്കുമ്പോൾ നമുക്ക് സോഴ്സ് എന്താകത്ത് കിട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ കേസ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇൻഫർമേഷനും ഉണ്ട്. അത് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അത് നോക്കി ഒരു വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു പരിശോധന നടത്തിയപ്പോൾ ഈ സംസ്ഥാനത്ത് ഈ ലോറികൾ, അതേപോലെ തന്നെ നമ്മുടെ ടിപ്പർ ലോറികളൊക്കെ അവരുടെ ഡ്രൈവർമാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്, അത് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്, ഡ്രൈവർമാർ തന്നെ പറയുന്നത്. അതിൽ പോലീസിൻ്റെ ചെക്കിംഗ് പോയിന്റുകൾ, MVDമാരുടെ ചെക്കിംഗ് പോയിന്റുകൾ അതിൽ പങ്കുവെക്കുകയാണ്. മാത്രവുമല്ല അതിൽ ഒരാളുടെ വോയിസ് കേട്ടപ്പോൾ അവിടെ അടുത്ത ആഴ്ച മുതൽ മയക്കുമരുന്ന് കണ്ടെത്താനുള്ള പരിശോധന കൂടി ഉണ്ടാകും എന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. അതായത് പോലീസ് പരിശോധന നടത്തുമ്പോൾ അത് മുൻകൂട്ടി അങ്ങനെ അത് നിയമവിരുദ്ധമല്ലേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ? അതെ, ടോട്ടലി നിയമവിരുദ്ധം തന്നെയാണ്. അത് നമ്മുടെ കുറച്ച് ഗ്രൂപ്പ്സ് അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല, പബ്ലിക്കിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതാ നമ്മൾ ഒരു നമ്പറും തന്നേക്കുന്നത്, യോദ്ധാവിൻ്റെ നമ്പറുണ്ട്, ഒരു ആൻറ്റി ഡ്രഗ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അതെന്താണെന്നാൽ നിങ്ങൾക്ക് പേരും അഡ്രസ്സും ഒന്നും തരേണ്ട കാര്യമില്ല. ഏതുവേലും ഇങ്ങനത്തെ ഇൻഫർമേഷനോ ഏതുവേലും ഈ ഡ്രഗ് റിലേറ്റഡ് ഏതെങ്കിലും കാര്യമുണ്ട് അത് ഇമ്മീഡിയറ്റ്ലി അറിയിപ്പിച്ച് കഴിഞ്ഞാൽ പോലീസ് നടപടി ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകും. അതിനുവേണ്ടി ഈ പോലീസ് വളരെ സീരിയസ് ആയിട്ട് ഈ ആൻറ്റി ഡ്രഗ് D100 ക്യാമ്പയിൻ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പബ്ലിക്കിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശക്തമായ നടപടി തന്നെ നമ്മൾ ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ DGP അതിനകത്ത് ആക്റ്റീവായിട്ട് ഡേ ടു ഡേ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ ക്യാമ്പയിൻ മുമ്പോട്ട് കൊണ്ടുപോകും. ഒരു കാര്യം കൂടി, ഈ മയക്കുമരുന്ന് വിതരണം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ പ്രതികളായി അവർ ജയിലിനകത്ത് പോയി പുറത്തേക്ക് വന്നാൽ വീണ്ടും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കാര്യം പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് തടയാൻ പറ്റുക? അതായത് ഇത് ബേസിക്കലി ഒരു ശക്തമായ നിയമ നടപടി, ഈ നിയമ നടപടീൻ്റെ ഈ രണ്ട് ഭാഗമുണ്ട്. നമ്മൾ ഈ ഒരെണ്ണം കേസ് പിടിക്കുക, ഡിറ്റക്ട് ചെയ്യുക, ചാർജ് ഷീറ്റ് ചെയ്യുക. പക്ഷേ വേറെ ഒരു ഭാഗം നമ്മുടെ ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരെണ്ണം PIT and TPS, അതിനകത്ത് ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ചെയ്യാനുള്ളത്. പിന്നെ എന്താ കൺവിക്ഷൻ, ആക്ച്വലി ഈ ഡ്രഗ് കേസിൻ്റെ അത് കൺവിക്ഷൻ തീരെ കുറവാണ്. അത് വളരെ വലിയൊരു ഭാഗമാണ് ഇതൊരു റിപ്പീറ്റ് ഒഫൻഡേഴ്സ് വരാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിനകത്തും വളരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോസിക്യൂഷൻ വിങ് നമ്മൾ ഈ NDPS കേസസ് വളരെ കാര്യമായിട്ട് അന്വേഷിക്കാനും ഇതിനകത്ത് കുറേ കേസസ് വിട്ടുപോകുന്ന കുറച്ച് പ്രൊസീജറൽ പ്രോബ്ലംസ് വെച്ചിട്ട്, അപ്പോൾ ആ പ്രൊസീജറൽ ഡിലേസ് മാറ്റാൻ നമ്മളൊരു SOP ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ SOP ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കേസസ് കൂടുതൽ കൺവിക്ഷനിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിൻ്റെ കാര്യം അങ്ങനെ നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ വലിയൊരു ക്യാമ്പയിൻ നമ്മൾ ഇൻറ്റേർണലി നടത്തുന്നുണ്ട്. ഒരു സംയുക്ത ഓപ്പറേഷൻ ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടി വരും, എക്സൈസും MVDയും പോലീസും ചേർന്ന്? അതെ, ഇത് ബേസിക്കലി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഏത് എൻഫോഴ്സ്മെൻറ്റ് വിങ് ആയാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. എല്ലാവർക്കും ഇത് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു കോർഡിനേറ്റഡ് ആയിട്ട് എല്ലാവരും ഒരു കമ്പൈൻഡ് എഫേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ.